പാലക്കാട് തച്ചനാട്ടുകരയിൽ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിച്ച നിലയിലാണ്. നവകേരള സദസ്സിന് ലഭിച്ച പരാതികൾ സർക്കാർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിനായി വില്ലേജ് ഓഫീസിലെ ലാപ്ടോപ്പുകൾ താലൂക്ക് ഓഫീസുകളിലേക്ക് മാറ്റിയതാണ് പ്രതിസന്ധിക്ക് കാരണം. വില്ലേജ് ഓഫീസറുടേതുൾപ്പെടെയുള്ള ലാപ്ടോപ്പുകളാണ് മാറ്റിയത്. ജനങ്ങളുടെ പരാതികൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് സർക്കാർ നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. സദസ്സ് കടന്നുപോയ മിക്ക മണ്ഡലങ്ങളിലും 10,000-കണക്കിന് പരാതികളാണ് സർക്കാരിന് ലഭിച്ചത്. പക്ഷേ ഈ പരാതികൾ തരംതിരിക്കാനും അപ്ലോഡ് ചെയ്യാനും വേണ്ടത്ര സൗകര്യം സർക്കാർ ഒരുക്കിയിരുന്നില്ല. ഇതാണിപ്പോൾ ജനങ്ങളെ നട്ടംതിരിക്കുന്നത്. മണ്ണാർക്കാട് തച്ചനാട്ടുകര പഞ്ചായത്ത് പരിധിയിൽ 2 വില്ലേജുകളുണ്ട്. പക്ഷേ ഈ 2 വില്ലേജുകളിൽ നിന്നും കഴിഞ്ഞ 2 ദിവസമായി ഒരു അപേക്ഷ പോലും പാസ്സായിട്ടില്ല. കാരണം 2 വില്ലേജുകളിലെയും ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നവകേരള സദസ്സിന് ലഭിച്ച പരാതികൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണാർക്കാട് താലൂക്ക് ഓഫീസിലായിരുന്നു. വില്ലേജ് ഓഫീസറുടെ ലാപ്ടോപ്പ് ഉൾപ്പെടെ പരാതികൾ അപ്ലോഡ് ചെയ്യാനായി കൊണ്ടുപോയതിനാൽ വരുമാന സർട്ടിഫിക്കറ്റിനും ജാതി സർട്ടിഫിക്കറ്റിനും ഉൾപ്പെടെ അപേക്ഷിച്ച 100 കണക്കിന് സാധാരണക്കാരാണ് ദുരിതത്തിലായത്. ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യേണ്ട ലാപ്ടോപ്പുകൾ നവകേരള സദസ്സിന്റെ ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിനാന്ന് പറഞ്ഞുകൊണ്ട് മണ്ണാർക്കാട്ടേക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കൊണ്ടുപോയി കൊടുത്ത ഒരു റിക്വസ്റ്റിന് പോലും അപ്രൂവൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ 2 ദിവസമാണ് തച്ചനാട്ടുകര 1-2 വില്ലേജ് തടസ്സപ്പെട്ടത്. ഉദ്യോഗസ്ഥർ ഉപകരണങ്ങൾ തിരിച്ചെത്തിക്കാൻ തയ്യാറായി. പക്ഷേ സർക്കാരിന്റെ ശ്രദ്ധക്കുറവ് മൂലം സാധാരണക്കാർക്ക് നഷ്ടപ്പെടുന്ന സേവനങ്ങൾക്ക് ആര് ഉത്തരം പറയുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. എത്രയോ കോടികൾ മുടക്കി ബസ്സും പരിവാരങ്ങളുമായി നടക്കുന്ന ഈ ഒരു സംവിധാനം ഉപയോഗിക്കുമ്പോൾ ഈ ഫയലുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം നവകേരള സദസ്സ് കൺട്രോൾ ചെയ്യുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒരുക്കേണ്ടതായിരുന്നു. നവകേരള സദസ്സിന്റെ പരാതികൾ അപ്ലോഡ് ചെയ്യാൻ അധികമായി ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പിറ്റേ ദിവസം അവധി നൽകുന്നുണ്ട്. ഇതും നേരിട്ട് ബാധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പരാതികൾ അപ്ലോഡ് ചെയ്യാനും തരംതിരിക്കാനും സർക്കാർ ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.